ജനുവരി 5 വെള്ളിയാഴ്ച. യോഹന്നാൻ 1:43 മുതൽ 51 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഒരു റെഡംപ്റ്ററിസ്റ്റ് വിശുദ്ധനായ സെയിൻറ്റ് ജോൺ നോയ്മൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1860 ജനുവരി 5 അമേരിക്കയിലെ ഫിലഡൽഫിയയിലാണ് അദ്ദേഹം അന്തരിച്ചത്. പ്രാഗ് സർവകലാശാലയിലെ പഠനത്തിന് ശേഷം അമേരിക്കയിലെ ദൗത്യങ്ങളിലുള്ള നോയ്മൻ്റെ താൽപ്പര്യം അദ്ദേഹത്തെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം നിയമത്തിനായി. 1840 അദ്ദേഹം ഇടവകകൾക്കും വിദേശ മിഷനുകൾക്കുമായി സമർപ്പിക്കപ്പെട്ട ഒരു കോൺഗ്രിഗേഷനായ റെഡംപ്റ്ററിസ്റ്റിനോട് കൂടെ ചേർന്നു. പിന്നീട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ എല്ലാ റെഡംപ്റ്ററിസ്റ്റിൻ്റെയും സുപ്പീരിയറായി നിയമിതനായി. 1852 പയസ് 9 മാർപ്പാപ്പ അദ്ദേഹത്തെ ഫിലഡൽഫിയയിലെ ബിഷപ്പായി നിയമിച്ചു. തൻ്റെ ജീവിതകാലം മുഴുവൻ നോയ്മൻ തൻ്റെ രൂപതയ്ക്കായി പള്ളികളും സ്കൂളുകളും അഭയകേന്ദ്രങ്ങളും നിർമ്മിച്ചു. വിദ്യാഭ്യാസത്തിൽ അർപ്പണബോധമുണ്ടായിരുന്ന അദ്ദേഹം അമേരിക്കയിലെ ഒരു രൂപത സ്കൂൾ സംവിധാനം ആദ്യമായി സംഘടിപ്പിച്ച വ്യക്തിയാണ്. 1977 നോയ്മനെ US-ലെ ആദ്യത്തെ പുരുഷ വിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു ഗലീലയിലേക്ക് യാത്ര ചെയ്യുന്നത് മുതലാണ്. പോകുന്ന വഴിക്ക് ഫിലിപ്പിനെ കണ്ടു. യേശു ഫിലിപ്പിനെ സമീപിച്ച് അവനെ ഉറ്റുനോക്കി പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ആൻഡ്രൂവും പീറ്ററും ജനിച്ച അതേ ഗ്രാമമായ ബെത്സയിദയിലാണ് ഫിലിപ്പും ജനിച്ചത്. ഫിലിപ്പ് നഥാനിയേലിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു, മോശ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും പറഞ്ഞിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ജോസഫിൻ്റെ മകൻ യേശു. ഫിലിപ്പിൻ്റെ റിപ്പോർട്ടിൽ നഥാനിയേലിന് ഒട്ടും മതിപ്പുണ്ടായില്ല. പകരം നഥാനിയേൽ ചോദിച്ചത് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നാണ്. ഫിലിപ്പ് പറഞ്ഞു, നീ വന്ന് സ്വയം നോക്കുക. നഥാനിയേൽ ഫിലിപ്പോസിനൊപ്പം യേശുവിനെ കാണാൻ പോയി. യേശു ഇരിക്കുന്ന സ്ഥലത്ത് സമീപിച്ചപ്പോൾ അവൻ തൻ്റെ അടുക്കിലേക്ക് വരുന്നതുകൊണ്ട് യേശു പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രായേല്യൻ, ഇവനിൽ വഞ്ചനയില്ല. മറുപടിയായി നഥാനിയേൽ യേശുവിനോട് ചോദിച്ചു, നിനക്ക് എന്നെ എങ്ങനെ അറിയാം? യേശു മറുപടി പറഞ്ഞു, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ നഥാനിയേൽ യേശുവിനോട് പറഞ്ഞു, റബ്ബി, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു. യേശു നഥാനിയേലിനോട് ചോദിച്ചു, ഞാൻ നിന്നെ അത്തിയുടെ ചുവട്ടിൽ കണ്ടതുകൊണ്ടാണോ നീ വിശ്വസിക്കുന്നത്? അതിനേക്കാൾ മഹത്തായ കാര്യങ്ങൾ നീ കാണും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ആദ്യമായി ദൈവപുത്രനായി തിരിച്ചറിഞ്ഞ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ്? ആ നിമിഷം നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഉടനെ യേശുവിന് ഹൃദയം തുറന്നോ? അതോ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ടായോ? യേശുവിന് നിങ്ങളോടുള്ള വലിയ സ്നേഹം
നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് യേശു നമ്മെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും വിളിക്കുകയാണ്. അവൻ്റെ വിളി നമ്മൾ കേൾക്കുമോ? അതോ യേശു നമ്മെ വിളിക്കുകയാണെന്ന് തിരിച്ചറിയാത്ത വിധം മറ്റ് കാര്യങ്ങളിൽ നമ്മൾ ലയിച്ചിരിക്കുമോ? ഇന്നും എല്ലാ ദിവസവും നാം യേശുവിനാൽ വിളിക്കപ്പെടുന്നു. ഓരോ ദിവസവും ഞാനും നിങ്ങളും യേശുവിൻ്റെ സ്നേഹനിർഭരമായ ആ വിളി കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യാൻ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.